സിലു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സൽഹയും ഭർത്താവ് ഗഫൂറും വേർപിരിഞ്ഞത് അടുത്തിടെയാണ്. ഭർത്താവിനെ വിട്ട് മക്കളെയും കൂട്ടി താൻ മാറി താമസിക്കുകയാണ്. ഇനി ഒരുമിച്ചുള്ള ജീവിതം ഉണ്ടാകില്ലെന്ന് സൽഹ സ്വന്തം ചാനലിലൂടെ തന്നെയായിരുന്നു വെളിപ്പെടുത്തിയിരുന്നത്. വേർപിരിയാനുള്ള കാരണം സൽഹ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഭർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മുമ്പ് നൽകിയ പല അഭിമുഖങ്ങളിലും സൽഹ പറയാതെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഗഫൂറിൻ്റെ യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മക്കൾ നോക്കി നിൽക്കെ സൽഹയോട് കയർക്കുന്ന ഗഫൂറിനെയാണ് CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രോഷാകുലനായ ഗഫൂർ കസേര അടക്കമുള്ള വീട്ടുപകരണങ്ങൾ ചവിട്ടി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 5 മക്കളാണ് സൽഹയ്ക്കുള്ളത്. ഭർത്താവ് തൻ്റെയോ മക്കളുടെയോ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാറില്ലെന്ന് സൽഹ മുമ്പ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ വിവി പറഞ്ഞത് ഇങ്ങനെയാണ്. കുട്ടികൾ നോക്കി നിൽക്കുമെന്നത് ചിന്തിക്കാതെയാണ് ഗഫൂർ ആക്രമാസക്തനായി ഓരോന്ന് വീട്ടിൽ കാണിച്ചു കൂട്ടിയത്. സൽഹയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇയാളെ പോലുള്ളവരുടെ തനി സ്വഭാവം ജനങ്ങൾ കാണണം. ഇനി ഒരിക്കലും ഇത്തരം തോന്നിവാസങ്ങൾ ഇവനെപ്പോലെയുള്ളവർ സ്ത്രീകളോട് ചെയ്യരുത്. ഈ വിഷയങ്ങളെ നടക്കുന്നതിനിടയിലാണ് പുതിയ ചാനൽ ആരംഭിച്ച് ഊഞ്ഞാൽ കച്ചവടവുമായി ഗഫൂർ വന്നത്. ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നല്ല രീതിയിൽ മുതലെടുക്കാം, കാശുണ്ടാക്കാമല്ലോ. ഗഫൂറിന് ബിസിനസ് തുടങ്ങാൻ എല്ലാം ചെയ്തു കൊടുത്തത് പോലും സൽഹയായിരുന്നു. ഫാമിലി ഇൻ്റർവ്യൂകളിൽ പമ്മി നിന്നയാളാണ് ഗഫൂർ. എന്നാൽ സ്വന്തമായി ചാനൽ തുടങ്ങിയപ്പോൾ സ്മാർട്ടായി നന്നായി സംസാരിക്കാൻ തുടങ്ങി. ചാടിക്കയറി വന്ന് സൽഹയ്ക്കെതിരെ സംസാരിച്ചാൽ തനിക്ക് അത് നെഗറ്റീവാകുമെന്ന് ഗഫൂറിനറിയാം. അതുകൊണ്ടാണ് ബിസിനസ്സിന് വേണ്ടിയാണ് ചാനൽ ആരംഭിച്ചതെന്ന രീതിയിൽ ആദ്യമൊക്കെ സംസാരിച്ചത്. പതിയെ ഇനി പ്ലേറ്റ് മാറ്റുന്നതും കാണാം. ഒറ്റ വീഡിയോ കൊണ്ട് 20,000 സബ്സ്ക്രൈബേഴ്സിനെയാണ് ഗഫൂർ നേടിയത്. സൽഹയോടും മക്കളോടും മോശമായി പെരുമാറിയ ഇവൻ്റെ ചാനൽ ആരും പോയി സബ്സ്ക്രൈബ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവൻ അതിൽ നിന്നും പണമുണ്ടാക്കും. ഗാർഹിക പീഡനത്തിന് ഗഫൂറിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് വേണ്ടതെന്നും വിവി